ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് വലിയൊരു നെഗറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഏകദേശം 780 പോയിൻറ്റും, S&P 68 പോയിൻറ്റും, നസ്ഡാക്ക് 285 പോയിൻറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ് നിഫ്റ്റി ഒരു ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നെഗറ്റീവ് ട്രെൻഡാണ് US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഗിഫ് നിഫ്റ്റി ഫ്ലാറ്റാണ്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ ഈ ശനിയും ഞായറും, ഇത് വെള്ളിയാഴ്ച രാത്രിയാണ് ഗിഫ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ശനിയും ഞായറുമുള്ള ഇസ്രയേലും ഇറാഖും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ വീക്കിലി ക്യാൻഡിൽ എന്ന് പറയുന്നത് വലിയൊരു ബെയറിഷ് ആണ്. ഏകദേശം ഓൾ ടൈം ഹൈക്ക് തൊട്ട് താഴെ വെച്ച് വന്ന റിജക്ഷനാണ്. 22222 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 ആഴ്ചയും ഈ ഒരു ഏരിയ 24500, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 24500 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുന്നേ ആ ഒരു റേഞ്ച് നമുക്ക് റെസിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആ ഒരാഴ്ച ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം പിന്നെ താഴെ വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വലിയൊരു നെഗറ്റീവ് ഗ്യാപ്പ് ഡൗൺ വന്നുവെങ്കിലും അവിടെ നിന്ന് മാർക്കറ്റ് ഒരു വലിയൊരു പുൾ ബാക്കാണ് കൊടുത്തത്. അത്രയും വലിയൊരു ഏകദേശം 400 പോയിൻറ്റിന് മുകളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നുവെങ്കിലും അവിടെ നിന്ന് പെട്ടെന്നും അവിടെ നിന്ന് റിക്കവർ ആയി. ആദ്യത്തെ 15 മിനിറ്റിൽ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീ മാർക്കറ്റ് സമയത്ത് ആദ്യത്തെ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് മാത്രം എൻട്രി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 15 മിനിറ്റിൽ എൻട്രി നോക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഡൗണോ വലിയൊരു ഗ്യാപ്പ് അപ്പോ വരുന്ന സമയത്ത് ഒരു വലിയൊരു ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. പക്ഷേ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ്, മാർക്കറ്റ് വീണ്ടും പൊട്ടി വീഴും. ആദ്യം തന്നെ കയറിയിട്ട് മാർക്കറ്റ് ഓർഡറിൽ ചിലപ്പം പുട്ട് ഓപ്ഷനൊക്കെ അങ്ങ് ഓർഡർ ഇട്ട് വയ്ക്കും. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നേരെ ആ ഒരു ഇതിൻ്റെ വ്യൂവിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ വലിയ ലോസ് വരും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ആണ് നമ്മളെപ്പോഴും വാച്ച് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ നമ്മൾ വിലയിരുത്തുക. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ ആ ഒരു റേഞ്ചിന് താഴെ ഓപ്പണിംഗ് വന്നിട്ടാണ് തിരിച്ചു കയറിയത്. ഇതൊരു റെഡ് ക്യാൻഡിലായിരുന്നുവെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനൊരു ബ്രേക്കൗട്ട് എന്ന് പറയാം, താഴോട്ട്. പക്ഷേ മാർക്കറ്റ് താഴെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ടായതുകൊണ്ട് അത് മുകളിലോട്ടാണ് തിരിച്ചു കയറി വന്നത്. ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. അതായത് ഗ്യാപ്പ് ഡൗണിൽ സപ്പോർട്ട് താഴോട്ട് ബ്രേക്കൗട്ടാണ് കിട്ടിയെങ്കിലും പക്ഷേ അതിന് മാർക്കറ്റ് ടൈമിൽ അതിനെ സപ്പോർട്ട് എടുത്ത് മുകളിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം 24500 താഴെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. ഇതിന് താഴെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ താഴത്തെ അടുത്ത് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് 23751, 23858. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനോടെ നോക്കാം. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈനാണ് ഡേ ക്യാൻഡിലുള്ള ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈന് നീട്ടി വരച്ച് തരാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ നേരത്തെ ഒരു ബ്രേക്കൗട്ട് വന്നതെന്ന് പറയുന്നത് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിലാണ് ഒരു ബ്രേക്കൗട്ട് വന്നത്. അതിനെ നമ്മൾ കൂട്ടിയിട്ടില്ല. അതായത് ഈ 4 ക്യാൻഡിലുകൾ എന്ന് പറയുന്നത് ട്രെൻഡ് ലൈനിന് താഴെ വന്നിട്ടുള്ളതാണ്. അത് വന്നിട്ട് ഈ 4 വന്നിട്ടിരിക്കുന്നത് ന്യൂസ് ബേസ്ഡ് ആയിട്ട് അമേരിക്കയുടെ താരിഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ബ്രേക്കൗട്ടാണ്. അത് നമ്മളിതിൽ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് ന്യൂസ് ബേസ്ഡ് ആണ്, അല്ലേ? യുദ്ധത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ ഒരു ബ്രേക്കൗട്ടാണ് ഇത്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ഇനി തിരിച്ചു കയറി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഒരു നോർമൽ ട്രാക്കിലോട്ട് വരത്തുള്ളൂ. അല്ലാതെ സംഭവിക്കുന്ന എല്ലാം എന്ന് പറയുന്നത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള
ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. 23,751, 23,858. എങ്ങനെയാണ് റെഡ് ക്യാൻഡിലിൽ ഈ ഒരു സോണ് ബ്രേക്കൗട്ട് കിട്ടണം. റെഡ് ക്യാൻഡിലിൽ ഒരു ക്ലോസിങ്, ഡേ ക്യാൻഡിൽ താഴോട്ട് ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു വീണ്ടും ഒരു നെഗറ്റീവ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് മിക്കവാറും അതിനൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത് യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ദിവസവും ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാനിക് സെല്ലിങ്ങിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മിക്കവാറും ഇതിന് താഴെ ഒരു ക്ലോസിങ്ങിനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ നമുക്കെന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുള്ള ഇൻട്രാഡേ ലെവലുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇത് വന്നിട്ട് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. 15 മിനിറ്റ്സിലുള്ള ടാർഗറ്റുകളൊക്കെ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ അനലൈസുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതിന് താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് ഇതാണ് അടുത്ത ടാർഗറ്റ് അല്ലേ. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഇത് വെച്ചിരുന്നു. അടുത്ത് ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ടാർഗറ്റ് വെച്ചിരുന്നു. അപ്പം ടാർഗറ്റുകളെല്ലാം എത്തി. അടുത്ത് നമുക്ക് തിങ്കളാഴ്ച ശ്രദ്ധിക്കേണ്ട ഒരു ലെവലെന്ന് പറയുന്നത്, ഞാൻ മുകളിലോട്ടുള്ള ഈ ലെവൽസൊക്കെ ഈ ലെവൽസ് ആവശ്യമുള്ളതാണ്. കാരണം അടുത്തത് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. തിങ്കളാഴ്ച 24,760, 785 ഹൈ മെനഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ 24,760 മുകളിൽ 15 മിനിറ്റ്സിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കാം. അതായത് 24,760 മുകളിൽ 15 മിനിറ്റ്സിലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മുകളിലോട്ട് നോക്കാവൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 600 ഫസ്റ്റ് ടാർഗറ്റ് 900 വരയ്ക്കും കയറി വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ലെവലെടുത്ത് മാറ്റുകയാണ്. 15 മിനിറ്റ്സിൻ്റെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 24,900 ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക. ഈ ഒരു റേഞ്ചും 24,870, 880 തൊട്ട് 910 വരെയുള്ള റേഞ്ച്. ഇതുവരെയ്ക്കും മാർക്കറ്റ് ഒരു പുൾ ബാക്കിന് സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്കൗട്ട് കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ രാവിലെ തന്നെ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. 24,760 മുകളിലോട്ട് 15 മിനിറ്റ്സിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. 879, 900 ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് കയറി വരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇതും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. 25,050, 60 ലെവല്. ഈ ഒരു ലെവല് ഇത് എപ്പോഴും നമ്മൾ സെക്കൻഡ് ടാർഗറ്റിന് ഇരിക്കേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു. ഓപ്ഷൻസിലെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ടൈം ഡീക്കെ ഉള്ളതാണ്. നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് പറയുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഫസ്റ്റ് ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എന്തിനാണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എത്തി. മാർക്കറ്റ് എപ്പോഴും കയറുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എൻട്രി ലെവലിൽ നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് പോകുന്നു ഇല്ലേ. ചിലപ്പോൾ മുകളിൽ പോയിട്ട് ഇത് ബ്രേക്കൗട്ട് കിട്ടി, ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് നമ്മൾ തരുന്ന ടാർഗറ്റിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് താഴെ വരുന്നതെങ്കിൽ ഇവിടെ എത്തി മാർക്കറ്റ് ഇല്ലേ. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, നമ്മുടെ ടാർഗറ്റ് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ടാർഗറ്റ് എപ്പോഴും റെസിസ്റ്റൻസ് ആയിരിക്കും.
ടാർഗറ്റ് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ ടാർഗറ്റിൽ വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുക. കാരണം ഇത് ഓൾറെഡി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അപ്പം അടുത്ത അറ്റംപ്റ്റിൽ അവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യത്തില്ല, മാർക്കറ്റ് കയറിപ്പോവും. കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നത്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ അടുത്ത സ്വിങ്ങിലിട്ടാണ് നമ്മൾ അടുത്ത എൻട്രി എടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് 24,760 നിന്ന് നമ്മൾ എൻട്രി എടുത്തു, 24,760 എൻട്രി എടുത്തു, 24,900 നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇതിനെ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ നമ്മൾ അടുത്ത സ്വിങ് നോക്കിയിട്ട്, മാർക്കറ്റ് കയറുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് ഒറ്റയടിക്കല്ല കയറിയത്, അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഡിമാൻഡ് സോണ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് കയറിയിട്ടുള്ളത്. അപ്പം അടുത്ത ഡിമാൻഡ് സോണിലിട്ടാണ് നമ്മൾ രണ്ടാമത്തെ എൻട്രി എടുക്കുന്നത്. രണ്ടാമത്തെ എൻട്രി വീണ്ടും ഇവിടെയല്ല വരുന്നത്. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ എൻട്രി ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പം അടുത്ത് വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് എത്തുമ്പോൾ മാർക്കറ്റ് സുഖമായിട്ട് കയറിപ്പോവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത്. ഇത് നമുക്ക് കിട്ടുന്നത് മിക്കവാറും ഇവിടെ നിന്ന് വാങ്ങിച്ച പ്രൈസിനായിരിക്കും. കാരണം മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഡീകേ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്, ഓപ്ഷനിലുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സ്ട്രൈക്ക് പ്രൈസ്, കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് തിരിച്ചു കയറിയിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ചിലപ്പം ആ ഒരു പ്രൈസിന് കിട്ടുക മാർക്കറ്റിൽ. കാരണം ഡീകേ തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊരു 80 രൂപ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം നമ്മൾ ഇവിടെ ഒരു 150 രൂപയ്ക്ക് വിൽക്കുകയും തിരിച്ച് താഴോട്ട് വരുമ്പം വീണ്ടും 100 രൂപയ്ക്കോ 110 രൂപയ്ക്കോ ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്ട്രൈക്ക് പ്രൈസ് മാറ്റിയിട്ട് പുതിയൊരു സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് ബൈ ചെയ്യുന്നു, സെക്കൻഡ് എൻട്രിക്ക് വെയിറ്റ് ചെയ്യുന്നു. അല്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റ് കയറിയതിൻ്റെ പകുതി ഇറങ്ങുമ്പം തന്നെ നമുക്ക് വാങ്ങിച്ച പ്രൈസിലോട്ട് എത്തുകയും നമുക്കൊരു പാനിക്ക് വരികയും നമ്മൾ അവിടെ വെച്ച് പെട്ടെന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഓരോ സ്വിങ്ങിലിട്ട് നമ്മൾ സെല്ല് ചെയ്യുക. എപ്പോഴും ഒരു ഹൈയിൽ വെച്ച് സെല്ല് ചെയ്യും, അടുത്ത ലോയിലിട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം മുകളിലോട്ട് നോക്കിയിരിക്കരുത്. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ 24,600 നോക്കുക. 24,600, 610 ഏരിയ 600 വയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട്, അതായത് ഇതിനുള്ളിൽ ഈ ഒരു റേഞ്ചിനുള്ളിലൊരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. ഇതിന് താഴോട്ട് ഒരു റെഡ് ക്യാൻഡിൽ, 15 മിനിറ്റ്സിൻ്റെ റെഡ് ക്യാൻഡിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,600 ഒരു 15 മിനിറ്റ്സിൻ്റെ റെഡ് ക്യാൻഡിൽ താഴോട്ടാണ് നമുക്ക് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ഏകദേശം അടുത്ത ലോ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് 24,450 ഈ ഒരു റേഞ്ച് കൊടുക്കാം. ഏകദേശം 200 പോയിൻ്റ് അടുപ്പിച്ച് താഴോട്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് താഴോട്ട് ബ്രേക്കൗട്ട് 24,600 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,400, 450 റേഞ്ചിലോട്ട് വരും. ഇവിടെയും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കേണ്ടതെന്ന് പറയുന്നത് 24,500 ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് ചെയ്യുക, തിരിച്ച് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക. ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് ഒരു പുൾ ബാക്ക് കൊടുക്കുന്നതെങ്കിൽ അടുത്ത സ്വിങ്ങിലിട്ട് അടുത്ത എൻട്രി എടുക്കുക. സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും. അപ്പം കൃത്യമായിട്ട് നോക്കുക. ഡേ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ടുള്ള ഈ ഒരു ചാർട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെവൽസ് നോക്കിയിട്ട് കൃത്യമായിട്ട് എൻട്രി നോക്കുക. നമുക്കടുത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 25,000-ലാണ്. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പൊസിഷൻ ആഡ് ചെയ്തിട്ടുള്ളതും 24,500 അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചാലും 25,000 ഭാഗത്തൊക്കെ നല്ലൊരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്.
താഴോട്ട് കൂടുതലും പുട്ട് റേറ്റിംഗ് ഉള്ളത് 24,000-ലാണ്. ഈ ആഴ്ചത്തെ സെല്ലേഴ്സ് ശ്രദ്ധിക്കുക, 24,000-ഉം 25,000-ഉമാണ് മുകളിലും താഴെയുമുള്ളത്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഏകദേശം 1,264 കോടിക്ക് FIS പുട്ട് സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIS 3,041 കോടിക്ക് ബയ്യിങ്ങുമാണ്. ഡേറ്റ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ബുള്ളിഷിനുള്ള സാധ്യതയാണുള്ളത്. മൊത്തത്തിൽ ഓപ്ഷൻസിൻ്റെ ഡേറ്റ, ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുള്ളിഷിനുള്ള സാധ്യത മാർക്കറ്റിൽ ഉണ്ട് ഡേറ്റ അനുസരിച്ച്. പക്ഷേ തിങ്കളാഴ്ച രാവിലത്തെ ഒരു പാനിക് സെല്ലിങ്ങിൽ മാർക്കറ്റ് താഴോട്ട് വീണാലേ പ്രശ്നമുള്ളൂ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറാനാണ് ഡേറ്റ അനുസരിച്ച് സാധ്യതയുള്ളത്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഒരു ഇതനുസരിച്ചിട്ടുള്ള ലെവൽസൊക്കെ എന്ന് പറയുന്നത് മുകളിലായിരുന്നു. പക്ഷേ രാത്രിയുള്ള ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം കാരണം മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് വന്നു. മാർക്കറ്റ് ബേസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ലെവൽസ് മാറ്റി രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ലെവൽസ് റിവേഴ്സ് ചെയ്ത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ലെവൽസാണിത്. 3 ലെവൽസാണ് ഞാൻ മുകളിലോട്ട് വരച്ചിരുന്നത്. മാർക്കറ്റ് കൃത്യമായിട്ട് ആ 3 ലെവൽസും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു കയറിയത്. ഒരിക്കലും ഈ ലെവൽസ് ഞാൻ വരച്ചത് കൊണ്ട് റെസ്പെക്റ്റ് ചെയ്തതില്ല. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുവാൻ സാധ്യതയുള്ളിടത്ത് വരച്ചതാണ്. കൃത്യമായിട്ട് അവിടെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ടുള്ള എൻട്രി ഞാൻ ഈ ഒരു ലെവൽസ് വരച്ചു തരുന്നത് ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 10-15 മിനിറ്റ് ഇവിടെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് ഇതാണ്. അപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റിന് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് കയറിയാൽ മാത്രമേ അടുത്തൊരു തിരിച്ച് മുകളിലോട്ട് സെക്കൻഡ് ടാർഗറ്റിലോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് മുകളിൽ വരച്ചത്. ഇവിടെ നിന്ന് വരച്ച് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ C എടുത്ത് വയ്ക്കും. ഇത് ബ്രേക്കൗട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ C ആവിയായി പോവും. അതുകൊണ്ടാണ് അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് താഴെ വരുമ്പോഴത്തേക്കും അടുത്ത എൻട്രി വരുന്നത്. എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് ചെയ്യുന്നവർ അങ്ങനെ മാത്രമേ എൻട്രി എടുക്കാവൂ. തിങ്കളാഴ്ച വൈഡ് CPR ആണ് വരുന്നത്. ഏകദേശം 24,612 മുതൽ 683 വരയ്ക്കുമാണ് CPR വരുന്നത്. CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. വൈഡ് CPR ആണെങ്കിലും CPR ബ്രേക്കൗട്ടിനുള്ള സാധ്യത 90% ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, CPRന് താഴെ ബ്രേക്ക് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ CPR മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടും. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ CPR ചിലപ്പം താഴോട്ട് ഓപ്പണിംഗ് കിട്ടും. അപ്പം CPR മിക്കവാറും ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. ലെവൽസ് ശ്രദ്ധിക്കുക. താഴത്തെ ലെവലെന്ന് പറയുന്നത് ആദ്യത്തെ സപ്പോർട്ട് 24,665, 24,641. ഇതിന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,564, 24,543. മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ 564, 543 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ടാർഗറ്റാണ് 24,386, 24,366. 543 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 366, 300 വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടും ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 24,795, 24,818. രണ്ടാമത്തത് വരിക 24,909, 24,929. 25, 85, 25, 105 മൂന്നാമത്തെ ടാർഗറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നീണ്ടുപോയെന്ന് തോന്നുന്നു. ഇതിൽ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ആരോ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വെറുപ്പിക്കൽ കൂടുന്നുണ്ടെന്നോ അങ്ങനെ എന്താണ്ടാണ്. ഈ വീഡിയോയിൽ വെറുപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ആ വെറുപ്പിക്കുന്ന കാര്യം ഒഴിവാക്കിയിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ FISൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ക്ലയൻറ്റ് ID അയയ്ക്കുക. FISൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ലിങ്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.